ഹൗ ബിഗ് ബ്രാൻഡ്സ് അട്രാക്ട് ദയർ കസ്റ്റമേഴ്സ്. അതൊരു വലിയൊരു സീക്രട്ട് ആണെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവർ ഫോളോ ചെയ്യുന്ന ഒരു 3 സിമ്പിൾ സ്റ്റെപ്സിലൂടെയാണ് ഈ ഒരു സീക്രട്ട് അവർ ബ്രാൻഡ് ആക്കിയിട്ട് മാറ്റുന്നത്. പോയിന്റ് നമ്പർ 1, ദേ ഡോണ്ട് ചേസ് കസ്റ്റമേഴ്സ്, ഇൻസ്റ്റെഡ് കസ്റ്റമേഴ്സ് ചേസ് ദം. അവരൊരിക്കലും അവർ പ്രൊഡക്ട്സ് ബൈ ചെയ്യാൻ കസ്റ്റമേഴ്സ് ബെഗ് ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് കസ്റ്റമേഴ്സ് ഇവരെ ബ്രാൻഡ് കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 2, സിസ്റ്റം. നമ്മളെല്ലാം സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ലൈഫിൽ സിസ്റ്റം ഉണ്ട്, നമ്മൾ കോർപ്പറേറ്റ് ലൈഫിലും സിസ്റ്റം ഇല്ല. അതേപോലെ തന്നെ ഈ ബ്രാൻഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ചേസ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ അവർ ചെറിയൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. ഈ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതിന് അവർ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ വരുന്ന 3 കാര്യങ്ങളുണ്ട്. ബ്രാൻഡിങ്ങിലൂടെ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്ന സമയത്ത് നമ്മളൊരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, ഓക്കെ ഇതുപോലത്തെ ഒരെണ്ണം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ആ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഫസ്റ്റ് നോക്കണ്ടേ. നമ്പർ 2, കൺസിസ്റ്റൻസിയിലൂടെ നമ്മുടെ ബ്രാൻഡിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെയാണ് സൈക്കോളജി. നോർമലി നമ്മൾ സൈക്കോളജി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർസിറ്റി, അതേപോലെ തന്നെ എക്സ്ക്ലൂസിവിറ്റി, സ്റ്റോറി ടെല്ലിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ കസ്റ്റമേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിട്ടുള്ള ആപ്പിളും അതേപോലെ തന്നെ നൈക്ക, ഇതൊക്കെ കൂടുതലും അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും അവരെ കസ്റ്റമേഴ്സിനെ ബെഗ് ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. ഒരിക്കലും അവർ ബെഗ് ചെയ്തിട്ടല്ല പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത്. സോ നമ്മളത് കണ്ടിട്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലൊക്കെ വരുന്നത്. സോ ഈ 3 കാര്യങ്ങളാണ് ടോപ്പ് മോസ്റ്റ് എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്നത്.